ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ഒരു കാര്യം പറയാൻ തോന്നി. ആ കാര്യം എന്തായാലും പറയട്ടെ കേട്ടോ. ഒരു കമന്റിനെതിരാണ്. അതായത് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് പോയത് ഉറപ്പിച്ചു. ഓക്കെ, നീ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ ആ കുട്ടിക്ക് ഞാൻ ഒന്നും കൊടുക്കണില്ലേ? നിങ്ങൾ ഇന്നാൾ പറഞ്ഞു കുണുക്കനും കുണിക്കുള്ള വീടാ. എൻ്റെ പൊന്നു മോളെ, പറയണതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. കുണുക്കനും കുണിക്കുള്ള വീടായിരുന്നു. കുണുക്കനും കുണിക്കിൻ്റെ പേരിട്ടാണ് ഈ വീട് എഴുതി കൊടുക്കല്ല. അല്ലെങ്കിൽ കുണുക്കനും കുണിക്ക് മാത്രമേ ഈ വീട്ടിൽ ഞാൻ അവകാശമുള്ളൂ, വേറെ ആർക്കും ഇല്ല. അങ്ങനെയല്ല പറ. കുണുക്കനും കുണിക്ക് ചെറിയ മക്കളെ നാളെ ഞങ്ങൾക്ക് എന്തിനു വന്നാൽ അവർക്ക് ഇതിനുള്ളിൽ ജീവിച്ച് പോകണ്ടേ എന്നാണ് പറയണത്. ഒന്നാമത് പറയണതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? പിന്നെ ഞങ്ങൾ കൊടുക്കണോ വേണ്ടേന്ന് അത് ഞങ്ങളുടെ താല്പര്യമാണ്. മനസ്സിലായി? അത് നീ പറഞ്ഞോണ്ട് ഞാൻ കൊടുത്തോളന്നില്ല, നീ പറഞ്ഞു എന്ന് വെച്ചിട്ട് കൊടുക്കണമെന്നില്ല. മനസ്സിലായി? അതൊക്കെ അതേപോലെ ഭംഗി പോലെ നോക്കി വളർത്തി കൊടുന്നതാണ്. എന്നിട്ട് അവൾക്ക് ഇനി എന്തെങ്കിലും കൊടുക്കാൻ പാടുണ്ട്. നിങ്ങൾ കാശില്ലാത്തതുകൊണ്ട് കാശൊക്കെ ഉണ്ടാക്കി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വീടുമ്പോൾ ഇത്ര ലക്ഷം രൂപ ഇപ്പോൾ പണി കഴിച്ചത് കയ്യിൽ കാശ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉണ്ടാക്കുകയാണ് കാശ്. നമ്മൾ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചിട്ട് അതേപോലെ നമ്മളൊരു കല്യാണം അതിന് നമ്മൾ ഉണ്ടാക്കുകയാണ്. അല്ലാണ്ട് ഒക്കെ കെട്ടിവെച്ച പാടില്ല. കെട്ടിവെച്ചുള്ള കാശ് ഞങ്ങളുടെ ഇല്ല. പക്ഷേ ഇന്ന് കല്യാണം കഴിച്ചോ ഞങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളോട് കൂട്ടി പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങളത് ചെയ്യണത്. പിന്നെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം വേണ്ട. അത് നീ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തോളന്നില്ല. മനസ്സിലായ? ഞങ്ങൾക്ക് മക്കൾക്ക് ജന്മം നൽകാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് നിന്നേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളതിൻ്റെ ക്ലാസ് എടുക്കേണ്ട, പഠിപ്പിക്കും വേണ്ട. മനസ്സിലായ? മറ്റാരെനിക്കെതിരെ വിഷമാണെങ്കിൽ സോറിട്ട് ഞാൻ ക്ഷമ കെട്ടിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നിങ്ങളെ പറ്റിയിട്ട് അവളൊന്നും പറയണില്ലല്ലോ. നിങ്ങൾ എന്തിനാ അവളെ പറ്റി? ഞാൻ പറയും. എൻ്റെ ലൈഫ് ലോങ് ഞാൻ പറയേണ്ടി വരുന്ന ചിലപ്പോൾ പറയേണ്ടി വരും. അവൾക്ക് ഞങ്ങൾ വേണ്ട അയച്ച് ഞങ്ങൾ ഇഷ്ടമല്ല, ഇങ്ങനെ തന്തയും നല്ല ഇല്ല അയച്ച് പോയതാണ്. പക്ഷെ ഞങ്ങളങ്ങനെ ഒരാളില്ല എന്ന് ഞങ്ങളുടെ ലൈഫ് ഇന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ മോളില്ല എന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നുണ്ട് ഇവർ കയറ്റാളാണ്. ഇവർ അന്ന് പറഞ്ഞ പോലെ ഒന്നല്ല ഇവരിപ്പോൾ പറയണത്. എന്ന് പറഞ്ഞ പോലെയല്ലേ എപ്പോഴും പറഞ്ഞു. ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേ വാക്ക് ഞാൻ പറഞ്ഞു. ഞാൻ അന്നേട്ടാ അന്നൊന്നും പറഞ്ഞൊരു വല്ല മാറ്റം തോന്നി എന്നെ? അല്ല, എൻ്റെ എന്ത് തോന്നിയിട്ട് ഞാൻ അവള് പോയാന്നോട്ട് ഇപ്പൊ പറഞ്ഞത് വേറെ കാര്യങ്ങളാണ്. നമ്മള് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമ്മളെ വിട്ടെറിഞ്ഞ് പോയവര് നമ്മളെ നമുക്ക് അവർക്ക് തിരിച്ച് വരുമ്പോ തോന്നുകയാണെങ്കിൽ നമ്മൾ കഴിക്കാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളിപ്പോ പൊന്നു വന്നു. പൊന്നിന് കേട്ട് ഞാൻ ആരുടെ അനുവാദം ചോദിച്ചു ആളുടെ അനുവാദം ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറയാം, എൻ്റെ അച്ഛനും അമ്മ വയസ്സായിട്ട് വീട്ടിലല്ല, അവരുടെ പോലും അനുവാദം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അച്ഛൻ അമ്മ ഞാൻ പൊന്നു വന്നു കയറ്റട്ടെ, ഞാൻ കയറ്റണോ എന്ന് പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. വന്നതിന് ശേഷം ഞാൻ എന്നോട് പോയിട്ട് പറഞ്ഞു, അമ്മോട് പറ പൊന്നിന് അമ്മ കയറ്റിന്ന് പോയി പറയാം. അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ്. അതിൽ വേറൊരാൾക്കും ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിച്ചും മനസ്സിലാക്കും അനുസരിച്ചിട്ടൊക്കെ ഞാൻ. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണത് നമുക്ക് കഴിവില്ലാണ്ടായിരിക്കുമ്പോൾ മറ്റൊരാളോട് ചോദിക്കണം. ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ രണ്ടാളും മതി. പോരെ? രാവിലെ തന്നെ ഈ വക ചൊറിയമായിരിക്കും മറുപടി കൊടുക്കാതിരുന്നാലേ അന്നത്തെ ദിവസം പോവുമല്ലോ. സത്യം പോവന്നില്ലായിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഒരു സത്യമില്ലാത്ത കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോണതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സ്നേഹിക്കുന്നവർ ഒരിക്കലും വെറുക്കരുത്. ഗതികേടുകൊണ്ടാണ് പറഞ്ഞു പോണത് അവരുടെ കാര്യം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങിയാലോ? അവർക്ക് വെക്കുക തിന്നുക അതുകൊണ്ട് ഒരു കവല്. പിന്നെ വെക്കാണ്ട് തിന്നാണ് മനുഷ്യന്മാരെങ്കിലും ജീവിക്കുക. നിങ്ങളുടെ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കണില്ലേ? മേടിച്ച് തിന്നാണോ? എനിക്കറിയില്ല. ഞാൻ അവിടെ എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള കൊടുത്ത ഇന്നലെ കുണിക്ക് എവിടെ നെയ്ച്ചോറിൻ്റെ കാര്യമുണ്ട്. നമ്മളവിടെ നെയ്ച്ചോറും അൺലിമിറ്റഡ് അങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പം അതുപോലെ വേറൊരു സ്ഥലത്തൊന്നും വരാം. അവിടെ ഉണ്ടല്ലോ അവരെ കടാന്ന് അങ്ങനെ ഇത് പറഞ്ഞോട്ട് നെയ്ച്ചോറിൻ്റെ കടാന്ന്. അപ്പോൾ കുണിക്ക് അമ്മ എത്ര ദിവസമായി നെയ്ച്ചോറുണ്ടാക്കി തന്നിട്ട് ഈ നെയ്ച്ചോറുണ്ടാക്കിയേ ചോദിച്ചു കുണിക്കുമ്പോൾ. എന്നാൽ ശരി, കുറച്ച് ചോറ് ഇന്നലത്തെ ബാക്കി ഇരിക്കുന്ന കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട് ചോദിച്ചാൽ അവൾക്ക് നെയ്ച്ചോറ് ഇഷ്ടമായിട്ട് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ചോദിച്ചു. അല്ല കേട്ടാ,
ഓൾറെഡി ആട്ടിറച്ചി ആടിൻ്റെ തണ്ടലും കാലല്ലേ തണ്ടല പറഞ്ഞു കാടിൻ്റെ തണ്ടല് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതുപോലെ കുറച്ചാൾ മുന്നൊക്കെ ആടിൻ്റെ തണ്ടല് വല്ലപ്പോഴും മേടിച്ചിട്ട് മരുന്ന് വെച്ച് കഴിക്കണം. മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി മരുന്ന് കാരണമൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എൻ്റെ അമ്മ മരുന്ന് വെച്ച് തരും. കുട്ടികൾ തൊട്ട് പ്രസവിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മരുന്ന് വെച്ച് തരുന്ന രീതിയിലാട്ടോ ഞാൻ എപ്പോഴും മരുന്ന് വെച്ച് കഴിക്കും. ഈ പെട്ടി മരുന്നിൻ്റെ സ്മെല്ലോ മറ്റുള്ള അയ്മോദകം എന്തൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ആ തണ്ടൽ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഒരു വേദനയ്ക്ക് ഒരു കുറവ് കണ്ടെങ്കിൽ തണ്ടൽ ഭയങ്കര വേദനയാണ്. കൈ കണ്ടിലിരിക്കണ തണ്ടലിക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടാവും കുറേ തണ്ടൽ വേദന. എന്താണെന്നല്ല കുറേ ഓപ്പറേഷനും കഴിയുമ്പോൾ തണ്ടലിക്കുള്ള ഇഞ്ചക്ഷനുകളും നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടും എന്തൊക്കെയൊന്നും അറിയില്ല. എന്തായാലും പിന്നെ ലാസ്റ്റത്തെ പ്രസവത്തിനേക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ രണ്ടെണ്ണം. അതിൻ്റെ ഒക്കെ ശരീരത്തിൻ്റെ കേടവും ഞാൻ ഈ പ്രായമാകുമ്പോഴേക്കൊക്കെ എല്ലാവരും ഇങ്ങനെയാണോ നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ. നടക്കാനും ഒക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുന്നിട്ടാണ് കഴിക്കാന്ന് പറഞ്ഞാൽ കൊല്ലണേൻ്റെ എന്ത് ഇനി എന്തായാലും പുട്ടുണ്ടാക്കിയാലാ ചെറുക്കി വെച്ചിട്ട് ഇനി പുട്ടുണ്ടാക്കണം. ചോറ് വാർക്കണ സാധനം കുഴപ്പമില്ലല്ലോ, നല്ല തന്നെയല്ലേ? പറ്റൂല. എത്രയാണ്? 150 രൂപ. നല്ലതാട്ടോ ഞാൻ കാണിച്ചത്. പക്ഷെ ഞാൻ ഇതുവരെ വാർത്തിട്ടില്ല. ചോറ് വാർക്കണ ആള് അന്വേഷണം എനിക്ക് പേടിയാണ്. അന്വേഷണം പേടിയാണ് എനിക്ക് തരം വാർക്കാൻ. ഞാൻ എങ്ങനെയൊക്കെ ചേർക്കും. പതിനെട്ട് ഇത് മേത്തിക്ക് വയ്ക്കാൻ തന്നിട്ട് എന്നോട് കണ്ട. നമുക്ക് കഞ്ഞള വേണമെങ്കിലും കഞ്ഞളം കിട്ടും. കണ്ട 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 പുത്തമ്പള്ളിയിൽ നടന്ന് മേടിച്ചേട്ടാ 150 രൂപ. അറിയില്ല കേട്ടോ. അത് അന്വേഷണമാണ് ക്യാഷ് കൊടുത്ത്. ഞാൻ എന്നോട് ചോദിച്ചു എത്രയാണ്. അപ്പം എന്നോട് 150 പറഞ്ഞപ്പോഴാണ് ഞാനും 150 പറഞ്ഞത്. അപ്പം അപ്പോൾ സോറി, ധാരണയില്ലാത്തതുകൊണ്ടാണ് ആരും 150 പോയി ചോദിക്കരുത്. ചിലപ്പോ അല്ലേ ഉറപ്പില്ലായ്മയുള്ളൂ. ഈ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ നാളെ ഗോതമ്പ് പൊടി മേടിച്ച് കണ്ടായിരുന്ന. അതെന്താണെന്ന് വെച്ചാലേ അമ്മ പണ്ട് വലിച്ചടിക്കല പൈസക്ക്. അമ്മ പണ്ടേ 4 മണിക്കില്ല കേട്ടാ ഗോതമ്പിൽ നാളികേരം ചെരുകിടും, ചുവന്നുള്ളി അരിഞ്ഞിടും, ജീരകം ഇടും. എന്നിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് ചുട്ടു കിട്ടും പത്തിരി പോലെ. എന്നിട്ട് അതും ഒരു മധുരമുള്ള കട്ടൻ ചായ. ആഹാ ഭയങ്കര ടേസ്റ്റാ. ഇതുകൊണ്ട് ചെയ്യും. ഞാൻ ചെയ്യാറുണ്ട്. എന്നിട്ട് കേൾക്കുള്ളപ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നിട്ട് കഴിച്ചിട്ടില്ലല്ലോ അത്. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ സത്യം ഇന്ന് പിന്നെ അത് ഉണ്ടാക്കിയാലോ എന്ന് കഴിച്ചു. പിന്നെ ഉണ്ണിയോള് പട്ടിണിയാവണ്ട അല്ലേ? പുട്ടുണ്ടാക്കും. ആര് ചൊറിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല. ചൊറിയണോ ഇത് അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടോ. പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പൊടിയിൽ ജീരകവും ഉപ്പും ഒരു പിടി നാളികേരമിട്ട് നന്നായി തിരുമ്പി വെച്ചു. അതിലേക്ക് ഒരു നേരിയ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുഴച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോണ്ടല്ലോ. എങ്ങനെയുണ്ട് പുട്ട് തന്നെ കേട്ടോ? വെറുതെ വല്ല ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ മേടിക്കുന്ന പൊടി ഇത്രയും സോഫ്റ്റിൽ കിട്ടുകയെന്ന് വെച്ചാലേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ എനിക്ക് അവിടെ ഒരുപാട് അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കണത് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കണം. അങ്ങനെ ഒരു വൃത്തിയായിട്ട ശീലം കൂടി ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഇപ്പം മേടിച്ചാൽ കേട്ടോ. പുണിക്ക് ചോദിച്ചോ കേട്ടോ. പുണിക്ക് ഇന്നാളെ നമ്മൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയാ പറഞ്ഞ നെയ്ച്ചോറും ചിക്കൻ കറി. അച്ഛോ മോനെ എന്താ കഴിക്കാൻ തോന്നി? കഴിക്കാൻ തോന്നിയാ എപ്പോ? ഇപ്പോഴെ എന്നാ പറഞ്ഞ നമ്മോട്? ഇന്നാളെ അമ്പലത്തിൽ പോയി വരുമ്പോഴല്ലേ കാറില് അമ്മ പറഞ്ഞില്ലേ നെയ്ച്ചോറിന്റെ കട? ടീച്ചറിന്റെ പാല് കാച്ചില്ലത്. അവിടെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാ ഇവള് ഉറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അച്ഛന്ന് കൂകിയിട്ട് അത് അന്വേട്ടം എങ്ങനെ പോയിക്കണെന്ന് അറിയോ? ഇവള് ഉറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂകും. എങ്ങനെ കൂക? ഓള് ഒന്നുകൂടി ഈ ശബ്ദമൊന്നല്ല,
ഒന്നുകൂടി ഉറങ്ങി കഴിച്ചാൽ ഉള്ള ഷാറിൻ്റെ ഇതാണ് അച്ചോയ് റൂമിൽ നിന്ന് വിളിക്കും. എന്നിട്ട് അച്ഛൻ പോയി എവിടെ നിന്നാണെങ്കിലും അച്ഛൻ പോയി എടുത്തോണ്ടെങ്കിൽ എത്തില്ല. അപ്പോൾ കുണുക്ക് ഇവിടെ എനിച്ചിരുന്നേന്നാണ് കേട്ടോ. അപ്പോൾ അവളെടുക്കാൻ പോയപ്പോൾ വളേനെ ഷോൾഡർ മൈറ്റ് കൊടുന്നില്ല. അപ്പോൾ അത് അവന് പിണക്കായി. മൂപ്പര് എന്നിട്ട് വളേനെ എടുത്തുകൊണ്ട് അവിടെ പിണങ്ങി എടുക്കണം. ഇനി മറ്റവനെ എടുക്കാതെ ഇവിടുന്ന് പുറത്ത് അച്ഛൻ പോയിട്ടുണ്ട്. അപ്പോൾ വരും അച്ഛൻ കുണിക്കാൻ എനിച്ചങ്ങോട്ട് പോകുന്നോടറി അച്ഛൻ എടുത്തോണ്ടിരുന്നാ ഇനി ഉക്കുള് നോക്കാൻ പോവാ. അമ്മയ്ക്ക് അച്ഛനിവിടെ പിടിപ്പതും പണിയുണ്ട്. നിങ്ങൾ എനിക്ക് വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ? എന്താ വെച്ചാൽ അമ്മ അച്ഛൻ ഒറ്റയ്ക്കല്ലേ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഉക്കുള് കൊണ്ടാക്കിയാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോണാനാണ് മോന് പേരുന്ന്. പട്ടാ പകലാ വെളിച്ചത്താ അനേട്ടാ അവളെ എന്തിനാ നിങ്ങളെ വിളിച്ച് കൂകണേന്ന് മനസ്സിലായെന്നാ. നിങ്ങൾ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോണല്ല. നിങ്ങൾ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോണല്ല. ഏത് സിനിമയിലാണ് അപ്പച്ചനെ കൊണ്ടുപോകുന്നത്? കല്യാണരാമനില് അതിനേക്കാൾ എനിക്ക് വേറെ ഓർമ്മയൊന്ന് ഞാൻ പറയില്ല. പറയില്ല. അങ്ങനെ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് ചെറുനാരങ്ങയും തേന കൂടി കലക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇരുന്ന് മോന്ത് വേണ്ട അല്ല കേട്ടാ. യെസ്, തേന അടിയിൽ ഇങ്ങനെ ഇതാക്കി എടുക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തേൻ എന്ന് പറഞ്ഞ സാധനം സംഭവം ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ആയിരുന്നു. ഇപ്പോഴും ഈ ചെറുനാരങ്ങയിൽ ഒഴിച്ച് കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ്. യെസ്, നല്ല തേങ്ങാട്ടാ. ഫുഡ് കഴിച്ചിട്ട് പണിയുള്ളി നീക്കണം. പപ്പടം കച്ചിട്ടേന് ഞാൻ ഉണ്ടാക്കിയ പുട്ട് കാണിച്ചു തരാം കേട്ടോ. ഒക്കെ പൊടിഞ്ഞു. എന്തുകൊണ്ടാന്നറിയോ? ഭയങ്കര സോഫ്റ്റ് കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കിയല്ല. ചിക്കൻ കറി ഉണ്ടല്ലോ. ഇന്ന് നെയ്ച്ചോറ് ചിക്കനാ. ഇനി നമ്മുടെ പുട്ടിലേക്കുള്ള പപ്പടം കഴിച്ചേട്ടാ. മീൻകറി ഉണ്ടെങ്കിൽ പപ്പടം വേണം. കുണക്കിന് പുട്ടെന്ന് പറഞ്ഞാൽ പുട്ടും മീൻകറിയും പപ്പടം ഉണ്ടെങ്കിലാണ് കേട്ടോ അവന് ഇഷ്ടം രാവിലേക്ക്. അങ്ങനെ നമ്മൾ പപ്പടം കഴിച്ചേട്ടാ. പപ്പടം വേറെ എണ്ണം കഴിച്ച്. പക്ഷെ 2 എണ്ണം ബാക്കി വന്നിട്ട് ഫുള്ളും ചിലവായി ഒന്നുമില്ല. 2 എണ്ണം ബാക്കിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര പേർക്കാണ് ഇത്രയെന്ന്. ചില നേരത്തുണ്ടല്ലോ കുണക്കന് 2-3 എണ്ണം ഇട്ടിട്ട് തകർത്തി തിന്നും. ചില നേരത്തെ ഒരെണ്ണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് 2-3 എണ്ണം കൂടുതൽ കഴിച്ച് ബാക്കി 2 എണ്ണം ബാക്കി വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ കാഴ്ചയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുണുക്കി എണിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ പല്ലേച്ച് വരുമ്പോൾ അത്യാവശ്യം നേരം രണ്ടും തല്ലുണ്ടാക്കിയും കന്നം കടിച്ചിട്ടൊക്കെയാണ് പല്ലേപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കഴിച്ച് വേഗം നെയ്ച്ചോറുണ്ടാക്കി വയ്ക്കാൻ നെയ്ച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു അരമണിക്കൂർ മുന്നേ തന്നെ നെയ്ച്ചോറിനുള്ള അരി നമ്മൾ നെക്സ്റ്റ് ഒന്ന് ഒരു ഓഫറിൽ മേടിച്ച് തരും കേട്ടോ. അപ്പം നല്ലതാണോ എന്ന് അറിയാത്ത ഒരു ഇതുണ്ട്. എന്തായാലും വെക്കാം വെച്ച് അത് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴുകി കുതിർത്തി വെച്ചു. അത് വാര വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചു കേട്ടോ. എന്താ വെച്ചാൽ ബിരിയാണി നെയ്ച്ചോറിലേക്ക് വേണം, ചിക്കനിലേക്ക് വേണം കേട്ടോ. അങ്ങനെ നമ്മളിത് നെയ്ച്ചോറിലേക്കുള്ള നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആകെ നെയ്യ് വളരെ കുറവുണ്ടായിരുന്നു. നമ്മളിതിന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 ഏലക്കായ, ഒരു തുണ്ട് പട്ട, ഗ്രാമ്പു 2 എണ്ണം. അങ്ങനെ അധികം പട്ടയുടെ ഗ്രാമ്പിൻ്റെ മണം നെയ്ച്ചോറിൽ കൂടി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഈ മസാലയുടെ ഒരുപാട് സ്മെല്ല് ഇഷ്ടമല്ല. പിന്നെ ഒരു പിടി സബോള കനം കുറഞ്ഞ് അരിഞ്ഞതും ഇട്ട് കൊടുത്തുട്ടോ. അത് ഒരുപാട് പൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നിറം മാറും. അപ്പോൾ ഒന്ന് വാടിയാൽ മതി. ആ വാടി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യുള്ളത് ഇങ്ങനെ ഉരുകി വരുന്നത് ഞാൻ അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
പിന്നെ നമ്മൾ ഈ കഴുകി വെച്ച അരിയിട്ട് നന്നായി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരുന്നത്. എന്താ വെച്ചാൽ നെയ്യ് കുറവായിരുന്നു. നമ്മൾ ഈ ബിരിയാണിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അതൊക്കെ കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അത് ഈ അരി കണ്ടപ്പോഴേക്ക് ഒരു മുരടൻ അരിയുടെ ഫീൽ തോന്നി. അല്ലെങ്കിൽ 1.25 കപ്പ് മതിയാവും കേട്ടോ. ഇത് ഞാൻ 2 കപ്പ് ഒഴിച്ചു. കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മളിതിൽ ആവശ്യത്തേക്കുള്ള കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടു നന്നായി ഇളക്കി എയർ പുറത്തേക്ക് പോകാത്ത നിലയ്ക്ക് നമ്മൾ മൂടി വെച്ചു കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് ആ സമയത്ത് തന്നെ നോക്കണം കേട്ടോ. തരി ഉപ്പ് മുന്തി നിൽക്കണം കേട്ടോ വെള്ളത്തിൽ. അപ്പോഴാണ് നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവണം. ഈ ചായ കുടിക്കാനുള്ള ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിന് എല്ലാം കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമുക്കതൊരു മൂടി വെച്ചിട്ട് കണ്ട ആ ഹോളിൽ ഞാൻ കുഞ്ഞ് ടിഷ്യൂൻ്റെ പീസ് ഇങ്ങനെ എയർ പുറത്തേക്ക്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? മീൻകറി, പപ്പടം, പുട്ട്. കുണക്കിന് ഇഷ്ടമാണോ ചായക്കുടി? ഇതാ ചായ. കുട്ടിക്ക് നെയ്ച്ചോറ്. അങ്ങനെ നമ്മളെ പുട്ട് കഴിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അവിടെ കാർത്തുമ്പുണ്ട്. കാർത്തുമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ട് ഒരു പകുതി കഷ്ണം വിട്ട് ഞാൻ എടുത്തു കേട്ടോ. ഞാൻ ഒരു കഷ്ണം എടുത്തില്ല, ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഡയറ്റിങ് കാരണം വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ കുറവ് ഫുഡ് കഴിക്കണം. നമ്മളൊരു കഷ്ണം വിട്ടേക്കെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ആക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഡയറ്റിങ് കാരണം നടക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡും കാര്യങ്ങളും കുറവുള്ള, പിന്നെ ഭക്ഷണം ശരിക്കും കഴിക്കാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടോടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും കുറേശ്ശെ പകുതി ആക്കി. അങ്ങനെ കുഞ്ഞെ കഷ്ടപ്പെട്ടെടുത്ത് പപ്പടം കഴിക്കാൻ പാടില്ല, പക്ഷേ ഇന്ന് പപ്പടം കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഒരു പകുതി പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീൻ ചാറും കൂടി എടുത്തിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ കുണുക്കിന് ചായക്ക് പഞ്ചസാര എടുക്കാൻ വേണ്ടി പോയതുണ്ടോ. അത് വിത്തൗട്ട് ചായയാണ്. അപ്പോൾ ചായക്ക് പഞ്ചസാര എടുക്കാൻ വേണ്ടി അന്വേഷണം പോയതിട്ടോ. അവർക്കായിട്ട് ചായ ഉണ്ടാക്കി വെച്ചാൽ അവർ കുടിക്കില്ല. അവർക്കില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പം എല്ലാം ആവശ്യം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരും കൂടി പുട്ട് കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഞാൻ വന്ന വേഷം ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നിട്ട്. കറക്റ്റ് വന്ന് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വെന്ത് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ തുറക്കണത് വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുഞ്ഞൊരു പകുതി സബോള കാരണം കുറച്ചരിഞ്ഞത് ജസ്റ്റ് നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടി വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് 2 ടീസ്പൂൺ നെയ്യ് വേറൊരു കുപ്പിയിൽ നിന്ന് കിട്ടിയിട്ടോ. അതിലിട്ടിട്ട് കനം കുറച്ചിട്ട് നമ്മൾ നന്നായി കനം കുറച്ചത് കേട്ടോ. ചെറിയ സബോളയുടെ പീസാട്ടോ. അതും ഇതുപോലെ നല്ല ഗോൾഡൻ നിറം പോലെ ഇങ്ങനെ വറുത്ത് കോരിയെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടു. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഗോൾഡൻ നിറം അവനോട് കൂടിയിട്ട് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ടു. അങ്ങനെ അത് രണ്ടും വറുത്ത് കോരി നമ്മുടെ നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെതറി ഇട്ട് കൊടുത്തു കേട്ടോ. അത് നമ്മൾ വേവിക്കുന്നതിൻ്റെ ഒപ്പം ഇട്ടാൽ ദമ്മിടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ കുതിർന്ന് പോയ ടേസ്റ്റില്ല. ഇതാകുമ്പോൾ നല്ല ഇല്ലേ അണ്ടിപ്പരിപ്പ് അടിക്കുമ്പോൾ നല്ല ക്രിസ്പില്ലേ? നല്ല അണ്ടിപ്പരിപ്പ് നമ്മൾ വെറൈറ്റി അണ്ടിപ്പരിപ്പ് അല്ലല്ല, ഇത് നമ്മുടെ വളർത്തിയ സൂപ്പറായിരുന്നു. നെയ്ച്ചോറ് നെയ്ച്ചോറ് സെറ്റ്. ഇത് ഇനി അടച്ച് നമുക്ക് ഞാനത് ജസ്റ്റ് ഞാൻ മൂടി വെച്ചോട്ട് വേറെ ഒന്നും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ പുറമെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ആട്ടിറച്ചി മരുന്ന് വയ്ക്കണം, ചിക്കൻ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞിട്ട് നമുക്ക് മട്ടനും ചിക്കനൊക്കെ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയിട്ട് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് കുറച്ച് നാളികേരം ചെരികരും ആട്ടിറച്ചി ഉണ്ടാക്കാൻ. എന്താ വെച്ചാൽ കഴുകി കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ആട്ടിറച്ചിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പം ഞാൻ പാത്രം വേഗം മോറിയെടുക്കാം കേട്ടോ. പിന്നെ അവിടെ അപ്പോൾ തൊട്ടിലുണ്ടായിരുന്ന പാത്രമൊക്കെ വേഗം അങ്ങോട്ട് മടക്കി വയ്ക്കുന്നുണ്ട്, അടക്കി വയ്ക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പറയും തിന്നാൻ കുടിക്കുക ഇവരുടെ വീഡിയോയിൽ പണി, അത് വലിയൊരു പണിയാണ്. വെച്ചുണ്ടാക്കി നോക്കി ഈ കമൻ്റ് ഇടുന്നതാണ്. ഒരു നേരം ഇങ്ങനെ അടുക്കളയിൽ കയറി ഒന്ന് വെച്ചുണ്ടാക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വീട്ടിലെല്ലാം പണി കഴുകി കഴിഞ്ഞേക്ക് അപ്പം അറിയാം നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് വേർക്കണത് എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ആട്ടിറച്ചിയുടെ തണ്ടരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആട്ടിറച്ചിയുടെ തണ്ടരാണ്, അത് മരുന്ന് വയ്ക്കാൻ പോവാണ്. പലരും പല രീതിയിലാണ് വെക്കുക.
നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ വെക്കുന്നത് അല്ലേ? ഞാൻ എൻ്റെ അമ്മ വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതൊന്നും അറിയില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കി ഞങ്ങൾക്ക് പ്രസവിച്ചെടുക്കുമ്പോൾ തണ്ടല് ആട്ടിറച്ചിൽ തണ്ടല് മരുന്ന് വെച്ച് തന്നത് ഇങ്ങനെയാണ്. പലരും പല രീതിയാണ്. അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം, അമ്മയുടെ മക്കള് അങ്ങനെ ഇങ്ങനെ മരുന്നിൻ്റെ സ്മെല്ലൊന്നും വന്നു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അതായത് ഈ പെട്ടി മരുന്നൊക്കെ ഇട്ടെന്ന് പറയണ്ട, ഇതിൽ ഉപ്പിടില്ല എന്നൊക്കെ പറയും. ശരിക്കും ഇതിൽ ഉപ്പിടില്ല മരുന്ന് കഴിക്കണം. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാം ഞാൻ അതിനെ കഴിക്കില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ആ ഫുഡ് ഞാൻ എന്താ അമൃതം എന്ന് പറഞ്ഞാലും കഴിക്കില്ല. അതാണ് ഒരു സ്വഭാവം. കുറച്ച് പക്ഷെ അറിയില്ല. അമ്മ ഇങ്ങനെ വെച്ചിട്ടാണ് അമ്മയും കഴിച്ചിക്കണം ഞങ്ങളും കഴിച്ചത്. ഒരു പിടി പച്ചമല്ലിയാണ് കേട്ടോ, നാളികേരം ഇട്ടു, ഒരു പിടി പച്ചമല്ലി ഇട്ടു, കഴുകിയതാണ്. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് മാത്രമേ ഇടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇടില്ല. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. ഇവിടെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായി ചാന്ത് പോലെ അരച്ചെടുക്കണം. അപ്പം ഇത് നമ്മൾ അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ തന്നെ ഭയങ്കര സ്മെല്ലാട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഈ ആട്ടിറച്ചി വെന്ത് കിട്ടാനുള്ള അത്ര വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ വരികിയെടുക്കും. വരികണമെങ്കിൽ വരികിയെടുക്കണമെങ്കിൽ എടുക്കാം. ഒരു കുറുകിയ ചാറ് കൊടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷെ അത് കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റാട്ടോ. അമ്മ ഞങ്ങൾ പ്രസവിച്ചെടുക്കുമ്പോഴേ അമ്മ അങ്ങനെ തരിക. ഇതൊന്ന് 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് ആട്ടിറച്ചി അങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ചോറിട്ടിട്ട് അങ്ങോട്ട് പരട്ടി തരും. ആഹാ, പേരൊക്കെ ഉണ്ട്, കറക്റ്റാണ്. അങ്ങനെ ആട്ടിറച്ചിയുടെ കൂട്ടമൊക്കെ മനസ്സിലായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഇന്ന് എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു വിസിലടുപ്പിച്ചു കേട്ടോ. ഒരു വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. ചിക്കൻ മസാല പറ്റിയത് അത് വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹനുവേട്ടനും ഞാനും കൂടി പണി ഹനുവേട്ടൻ സലാഡ് ഉണ്ടാക്കട്ടെ, നെയ്ച്ചോറിലേക്കുള്ള സലാഡ് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അത് നെയ്ച്ച് ഞാൻ പൊന്നിന് വീഡിയോ കോൾ ചെയ്യാട്ടോ. പൊന്നിനോട് ഞാൻ പറഞ്ഞു, പൊന്നു നെയ്ച്ചോറൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നുണ്ട് പോരായിട്ടാണ്. കാർത്തുവാണെങ്കിൽ രാവിലത്തെ ഫുഡ് പോലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. കാർത്തു ചില നേരത്ത് ഭയങ്കര വാശിക്കാരി കാർത്തുവാണ്. അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാനിത് കണ്ടില്ല, ഈ തണ്ടലേക്ക് കൈ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ രാവും പകലും നടത്തും. ഭയങ്കര തണ്ടൽ തന്നെ എന്താ തലപ്പ് കൂടി വരിക. അപ്പം അതുകൊണ്ടാണ് ഒരു നേരം ഇപ്പം അത് മേടിച്ച് അറിഞ്ഞു. അങ്ങനെ നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് വേണ്ട വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടൽ വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത സെയിം എണ്ണയിലേക്ക് തന്നെ സബോള ഇട്ട് കൊടുത്തത്. ഇതങ്ങോട്ട് വാറട്ടെ നന്നായിട്ട്. എന്താ ആലോചിക്കുന്നത്? പറ
അതിനൊക്കെ നമ്മൾ അന്നത്തെ ഫുഡെല്ലാം ഉണ്ടാക്കണുള്ളൂ. നമ്മള് അന്ന് പൊതിച്ചോറ് വെക്കേണ്ട കാരണം ഇന്നലെ ഉണ്ടാക്കണ കാരണം എന്താ വെച്ചാൽ ചീര മേടിച്ചിട്ട് 2 മാസം, അമരക്കായ മേടിച്ചിട്ട് 1 ആഴ്ച. അപ്പൊ ഇതൊക്കെ ഇനി കേടായി. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വെക്കാൻ നേരം കിട്ടിയില്ല. അപ്പൊ ഓരോ കാരണത്തില് അല്ലേ വില്ലേജ് സൊസൈറ്റി കുറച്ച് ദിവസമായാലും ഇപ്പൊ നമ്മൾ അയിമ കയറാറുണ്ട്. അപ്പൊ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. അപ്പൊ പൊതിച്ചോണ്ടാകുമ്പോൾ ഇതൊക്കെ ഉപ്പേരി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ചിലവായിക്കോളും. അങ്ങനെയാണ് ചീനി ഇത് ഉപ്പേരി. നമ്മുടെ ഷെബി ചീനി അമരക്കായ ഒന്നും കഴിക്കില്ല. അപ്പൊ അവന് തരി പരിപ്പെടുത്തിലാണ് അത് ഉപ്പേരി വെച്ചത്. പിന്നെ മീൻ മസാല 2 ദിവസം മുന്നേ ഫ്രിഡ്ജിൽ ഇരുന്നത് അതെടുത്ത് കറി വെച്ചു. പിന്നെ ഇനി കൂടുതൽ ദിവസം ഇരുന്നാൽ അത് ഇനി ഇവിടെ ആരും കഴിക്കില്ല. ഇവിടെ എന്ത് അത് കുറച്ച് വെള്ളത്തിൽ മതി. കുറേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് മീനോ അരിച്ചൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല കഴിക്കാൻ. അതുകൊണ്ട് അപ്പം വെച്ചിട്ടുണ്ടാവണം. അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇന്നലെ ഉച്ചയ്ക്ക് 1 നേരം നമ്മൾ ഫുഡ് അടിച്ചാണ്. ഇന്നലെ ഞങ്ങൾ രാവിലെ എന്താ കഴിച്ചു? നമ്മൾ 2 ദോശയും ചമ്മന്തി കഴിച്ചു. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ പൊതിച്ചോറും ഉണ്ട്. പിന്നെ രാത്രി ഒരു കട്ടൻ ചായയാണ് കുടിച്ചത്. പിന്നെ ഒന്നും കഴിച്ചിട്ട് പിന്നെ ഇപ്പം രാവിലെ കഴിക്കണം. ഇപ്പം തിന്നെ കുടിക്കാൻ ഉണ്ടാക്കണം. കണ്ടിട്ട് ഫുള്ളി ഇരുന്നിട്ട് നമ്മളിപ്പോൾ ഈ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. ഇതുണ്ടാകും. ഇതിനി 2 ദിവസത്തേക്ക് ഇവിടെ സുഖമായിട്ട് ഫുഡായി നോക്കണ്ടത്. ഇപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, പൊന്നിന് ചേപ്പിയുണ്ട്, കാർത്തുണ്ട്, അവർക്കുള്ളത് കൂടി ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു നിവൃത്തില്ല. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം. വരിക നിങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് തെറ്റാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ലാസ്റ്റ് ലിവർ വർക്കാട്ടാണ് പൊട്ടു. അപ്പം ലാസ്റ്റ് കറിയാണോ കൂടിയിട്ട് മറിയണ്ടേ. അത് ഞാനൊക്കെ കഴുകി ഇതാക്കിയത് അതുണ്ടായിരുന്നു. കഴുകി മസാല പറ്റി ഞാനേ ചെയ്തതാണ് ഉണ്ടായത്. അച്ഛനാക്കാണെങ്കിൽ കറക്റ്റ് ഓർമ്മ വന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അത് തട്ടി വെക്കുന്നു. ഇവിടെ നെയ്ച്ചോറിന് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇഷ്ടമാണ്. നെയ്ച്ചോറിന് ആയാലും ബിരിയാണിക്കായാലും നമ്മൾ പണ്ടത്തെ കാലത്തെ വറുത്ത ചിക്കൻ കറി അത് ഇഷ്ടമാണ്. പിന്നെ ഇത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് അവരൊരു ആഗ്രഹങ്ങൾ അവർ പറയും നമ്മോട്. കുണിക്കിനെ സംബന്ധിച്ച് ഹോട്ടൽ ഫുഡ് പിന്നെ ഇഷ്ടമില്ലാത്ത ആളാണ് കുണിക്ക് ഹോട്ടലിൽ നിന്നുള്ള ഫുഡുകളും കാര്യങ്ങളും ഇഷ്ടമില്ല. വീട്ടിൽ നിന്നുള്ള ഫുഡ് അവർക്ക് പോയി മക്കൾക്ക് മാമന്റെ വീട്ടിൽ പോയി നിന്ന് 10 ദിവസം നിന്ന് അവിടെ നിൽക്കാനും പിടിക്കാനും നമുക്ക് അച്ഛനും അമ്മയും എനിക്ക് വീടൊന്നുമില്ല. അപ്പം എൻ്റെ മക്കൾക്ക് എങ്ങോട്ട് പോകാനും ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ ലൈഫ്. അവർക്ക് എങ്ങോട്ട് പോയി. ഇപ്പം ഞങ്ങൾ എങ്ങനെ പുറത്തേക്ക് വെറുതെ തൃശ്ശൂർക്ക് പോകും. ഒരു കാരണമില്ലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് എങ്ങോട്ടും പോകാനില്ലാണ്ടാകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. പുറത്തേക്ക് ഒന്ന് ഇറക്കി വട്ടം വെളിച്ചം കൊണ്ടുപോയി കണ്ടിട്ട് കൊണ്ടുവരും. തറവാട് എൻ്റെ വീടാണ് ശോഭ സിറ്റി. അവരെ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും. 100 രൂപയുടെ ഗെയിം 1/2 മണിക്കൂർ കളിച്ച് 100 രൂപ ഗെയിമിന് 2 ആൾക്ക് 200 രൂപ. അവർ ഹാപ്പി. അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് അവർ ഹാപ്പി. അതൊരു അനാവശ്യമായിട്ട് ചിലവായിട്ട് നിങ്ങൾ കണക്കാക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മനസ്സിലായില്ല? ഇപ്പം ഇന്ന് രാവിലെ ഞാൻ എണിച്ച വേഷം ഞാൻ കണ്ട ന്യൂസ്. രാവിലെ എനിക്ക് ഫോൺ എടുത്ത വേഷം ഞാൻ കണ്ട ന്യൂസ് വെച്ചാൽ എന്ത് മന നമ്മുടെ ദേവാസുര സിനിമയൊക്കെ പിടിച്ച മനയില്ലേ, മനയുടെ പേര് ഇപ്പോൾ പെട്ടെന്ന് മറന്നുവിട്ട വൈക്കാട്ടിശ്ശേരി മന. അത് കാണാൻ വേണ്ടി ഒരു അമ്മയും കൂടി സ്കൂട്ടിയുമ്പോൾ പോയതാണ്. കുട്ടി ചെറിയൊരു മോൻ, കുണിക്ക് വളരെ പ്രായമുള്ളൊരു മോനും അമ്മയും കൂടി സ്കൂട്ടിയുമ്പോൾ പോയി. ഒരു സൈഡ് കൂടെ പോയെന്ന് വണ്ടി നിയന്ത്രണം തെറ്റി വന്ന് വീണു. 2 ആളും മരിച്ചു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവർ ഞങ്ങളെ സ്നേഹിക്കണ കാലം അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കും. അവർ ഞങ്ങളെ എത്രത്തോളം എന്നേരം ഞങ്ങളെ സ്നേഹിക്കണം എന്ന് വരെ ഈ അച്ഛനും അമ്മേനെ അവർക്ക് വേണം അല്ലെങ്കിൽ എന്ന് ഇവർ വേണ്ട എന്ന് പറഞ്ഞു ആ നിമിഷം വരെ ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കും. അവർക്ക് ഞങ്ങളെ വേണ്ടാണ് പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഉണ്ടാ ഞങ്ങളെ വേണ്ട, ഇനി എൻ്റെ കാര്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ തന്നെയാണ് അവരത് പറയണ വരെ ആ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ ഞാൻ തന്നെയാണ് തയ്യാറാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ എടുക്കാം, എങ്ങനെയാണ് എടുക്കുന്നവർക്ക് എങ്ങനെയാണ് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ അതാണ്. അല്ലാണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി എടുത്തേക്കാണ്ട് അല്ലാതെ ലോക്കലിൽ മേടിച്ച് എടുത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് അനുഭവിക്കുക അവരുണ്ടാവും നമ്മളുണ്ടാവും ഒന്നും അറിയില്ല. അപ്പം ഞങ്ങളിൽ ഉണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങളിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം 2000 രൂപ ഉണ്ടല്ലോ. ആ 2000 രൂപയിൽ അവർക്ക് വേണ്ടിയിട്ട് അതിലൊരു 200-300 ഞാൻ ചിലവാക്കും.
അവരാഗ്രഹിച്ച് പറഞ്ഞ ഞങ്ങൾ ചിലപ്പോൾ ഈ മാസത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അധികം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല സമയങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് എന്തെങ്കിലും വഴി കാണാനായിട്ട് അവരുടെ കാര്യമില്ല, അവരെ ആഗ്രഹമില്ല നടത്തുന്നത്. അങ്ങനെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ള മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മക്കൾക്ക് അതുകൊണ്ട് കുണുക്കിക്ക് മാത്രമല്ല മക്കൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചവരെ അങ്ങനെ ഉണ്ടാവില്ല. ഞാനെന്ത് അങ്ങനെ ഏകദേശം നമ്മുടെ ആട് വെന്തുട്ട് ആട് വേവാൻ അധികം നേരമൊന്നും ഇട്ടാ ശരിക്കും കുക്കറിലുണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ പണി വേഗം കഴിയാൻ വേണ്ടി ചെയ്താട്ടാ. കുക്കറിൽ ഞാൻ ഈ ഉരുളിയിൽ ചിക്കൻ കറി വെച്ചു. പിന്നെ ഞാൻ വേണ്ടതൊക്കെ ആയി കഴിഞ്ഞ് മാറ്റി വരുമ്പോൾ നേരം വെക്കും. പിന്നെ ആട്ടിറച്ചി അരി ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി കഴിക്കണമെങ്കിൽ അത് ഉരുളിയിൽ ഇരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ ഞാനേട്ട ഒരു തണ്ണിമത്തങ്ങ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച് വയ്ക്കട്ടെ. അപ്പോൾ അത് ഞാനേട്ട് പറഞ്ഞു നല്ല മധുരം ഉണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ നല്ല മധുരം ഉണ്ടോ അതങ്ങനെ തലാട്ടിയിരുന്നിട്ടാ. അത് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ആ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയും എല്ലാം കൂടി വരും ഈ ചട്ടടി ഞാൻ ഇട്ട് വാട്ടണതായിരിക്കും. ആ മസാലക്കൂട്ടൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നന്നായി വാട്ടി ആ തക്കാളിയൊക്കെ ജസ്റ്റ് നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അതിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് ഇതൊക്കെ നമ്മൾക്ക് എത്ര ആവശ്യം അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണത്തോളം ബിരിയാണി മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബിരിയാണി മസാല ഗരം മസാല കേട്ടോ തെറ്റി പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ആട്ടിറച്ചി ഞാനൊക്കെ അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഉരുളിയിൽ വെച്ചിട്ട് തന്നെ ശ്രമോടൊക്കെ നമുക്ക് വേവിച്ചെടുക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞു കുക്കറിൽ വേവിച്ചിട്ട് ഇതിൽ വരട്ടിയിട്ട് വേറെ പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ വിചാരിച്ച് ഉരുളിയിൽ ഇങ്ങനെ ചൂടാക്കി കഴിക്കണ്ട. അപ്പോൾ അത് അതിലിരുന്നോട്ടേന്ന്. അങ്ങനെ ചിക്കൻ കറി ഞാൻ നോൺ ചിക്കൻ എനിക്ക് ചിക്കൻ കറി അതിൽ എന്തായാലും ഉരുളിയിൽ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നോൺ സ്റ്റിക്കിൽ വെച്ച് കഴിക്കണമെങ്കിലും ഇഷ്ടം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒഴിച്ചിട്ടത് തൈര്, ഒരു 2 ടീസ്പൂൺ പുളി കുറഞ്ഞ തൈരും, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വെച്ചത് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പറ്റിച്ച വെള്ളമില്ലേ, ആ വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടു നന്നായി ഇളക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് അതിൽ നെയ്ച്ചോറിന് അതിൽ ചിക്കൻ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റൈസിന് കൂട്ടി ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ്റെ. ഞാൻ ചോദിച്ചിട്ട് നെയ്ച്ചോറിലത്തെ ചിക്കൻ കറി ഉണ്ടെന്ന് നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാം കുറച്ച് കയ്യിലിപ്പോൾ ഉണ്ടാക്കിയിട്ട് അല്ലേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കറി. ഇപ്പം നെയ്ച്ചോറും ഇങ്ങനെ ചിക്കനും ഉണ്ടാക്കിയിട്ട് കുറേ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. താങ്ക് യു. നമ്മൾ ഫുഡ് ഉണ്ടാക്കണമൊക്കെ ഉണ്ടല്ലോ, ഒരാളിങ്ങനെ ഉണ്ടാക്കിയതിന് അഭിപ്രായം പറയണമെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അതായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ആട്ടിറച്ചിയുടെ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ച് പിന്നെ നടുവിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2-3 ചുവന്നുള്ളി അരിഞ്ഞ് ശരിക്കും എണ്ണയിലോ നെയ്യിലോ ഈ ചുവന്നുള്ളി മൂപ്പിച്ച് ലാസ്റ്റ് ആട്ടിറച്ചിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാണ്. ഞാൻ പിന്നെ അങ്ങനത്തെ കഷ്ടപ്പാടിനൊന്നും നിന്നില്ല. ഒരു തുള്ളി വെളിച്ചെണ്ണ അരിച്ച് കറിവേപ്പില ഇട്ട് അത് നടുവിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടാണ്. അപ്പോഴേക്കാനായിട്ട് ഇതാ ആട്ടിറച്ചിയുടെ അവിടേക്ക് പോയിട്ട് എന്താ വെച്ചാൽ അത് ഇനി കുറേ നേരം ഇളക്കി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല പണികളൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് തന്നെയായിട്ട് ഏറ്റെടുത്തു. അപ്പോഴേക്കും ഇഷ്ടം പോലെ പാത്രങ്ങൾ അതിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യം എടുത്ത് അടക്കി വയ്ക്കുക കേട്ടോ. എന്നാലേ ഇപ്പോഴത്തെ പാത്രങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ അടക്കൽ കഴിഞ്ഞപ്പോൾ നമ്മളുള്ള പാത്രങ്ങളൊക്കെ മോറി അടുക്കള ക്ലീനിങ് ആണിട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു. നെയ്ച്ചോറായി, ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, മീൻ കൂട്ട ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ചിക്കൻ കറിയായി, എല്ലാം ആയി, സലാഡായി, എല്ലാം ആയിട്ടാണ്. ഇനി നമുക്ക് ഈ കിച്ചൺ ക്ലീൻ ആക്കുക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ്. നമ്മൾ പുറമെന്ന് കാണുന്നവർക്ക് വെക്കുക തിന്നുക എന്ന് പറയണ പോലെ എളുപ്പമല്ല. നമ്മൾ ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ ഒരു കോലം, ആ അടുക്കള പഴയ പോലെ ആയി കിട്ടണമെങ്കിൽ നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് നല്ലൊരു പണി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത്രയും മണിക്കൂർ നമ്മൾ അടുക്കളയിൽ നിന്ന് എനിക്ക് നമ്മുടെ കാലും തണ്ടലും പറ്റിയൊക്കെ നല്ല വേദനയാവും കേട്ടോ. അങ്ങനെ അതിനായിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനായിട്ട് അടിച്ചു വരാൻ ചൂലെടുത്തിട്ട് അതിനായിട്ട് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ ആ പണി കഴിഞ്ഞു. എനിക്ക് എല്ലാ പണി നേരത്തോടു കൂടി കഴിയണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിളും ഫ്രൂട്ട്സൊക്കെ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ അത്
കഴിക്കണ നേരത്ത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട്സ് തൊട്ട കാലി തണ്ണിമത്തങ്ങയായിരുന്നു, അതെടുത്തപ്പോൾ അത് കാലി അപ്പോൾ അതിലൊക്കെ ഇട്ടു, അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചുട്ടാ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ 2-3 ഫ്രൂട്ട് എന്തോ ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ അതും കൂടി അതിൽ കൊണ്ട് വെച്ചുട്ടാ. പിന്നെ ഈ അടുക്കള ക്ലീൻ ആക്കലായിട്ട് നമ്മൾ ഈ അടുക്കളയിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പിള്ളേരുടെ കൈയും കാലിലും പാടൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ അതൊക്കെ തുടച്ച് അന്നൊന്നുള്ളത് തുടച്ച് ക്ലീനാക്കി വെച്ചിരിക്കും. എനിക്കതൊരു സമാധാനം കുറവാണ്. നമ്മൾ അല്ല കേട്ടാ, ഇതാ അവിടെ ആരോ വാതിൽ തന്നെ പൊളിച്ച് കാത്തുമ്പോൾ എത്ര ശക്തിയിൽ വലിയ നിങ്ങളുടെ മക്കളായിരിക്കും. അങ്ങനെ നമ്മുടെ കിച്ചൻ്റെ ഏകദേശം തുടയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ആയി തുടങ്ങിയിട്ടാണ്. ആ ജനലും കാര്യങ്ങളൊക്കെ തുടച്ചു ലാസ്റ്റ് കണ്ട എല്ലാം തുടച്ചിട്ട് ഒരുപാട് വൃത്തികേട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ അന്ന് 2 നേരം ഇപ്പോൾ രാവിലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുണുക്കമോനും കുണിക്കുകയും വിശക്കുണ്ടാകുമ്പോൾ നീച്ചത്. വിശന്നിട്ടല്ല, സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി അവർക്കൊരു പ്രത്യേക വിശപ്പാട്ടാണ്. പിന്നെ അതിന് തണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ഇട്ടിട്ട് അങ്ങോട്ടന്നെ ഇട്ടു. അവർ തണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കുണുക്കനും കുണിക്കുകയും കഴിക്കില്ല. അവർക്ക് പട്ട, ഗ്രാമ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊന്നും റൈസിൽ കാണുന്നതേ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർക്ക് അത് ഇടാൻ വേണ്ടി ഒരു കൂട്ടാൻ പാത്രം വെച്ച് കൊടുത്തിട്ട് വല്ലത് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടോളം പറഞ്ഞിട്ട് അങ്ങനെ സലാഡൊക്കെ കൂട്ടിയിട്ട് അവർ ഫുഡ് കഴിക്കാറ്. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പൊന്നിച്ചേച്ചി എന്ന് നമുക്ക് വീണ്ടും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ വേണ്ടി 2 കഴിക്കാതിരിക്കണേ. சொன்னல അങ്ങനെ അവർക്ക് അതൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനും എൻ്റെ തണ്ണിമത്തം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് സെറ്റ് ചെയ്യുമ്പോൾ നിൽക്കുന്നുണ്ട്. അതിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുണുക്കൊക്കെ ബിരിയാണി അമ്മയ്ക്ക് കഴിക്കുന്ന കാര്യം നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വേഗം കഴിക്കണം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ 2 ഫാമിലി ഫോട്ടോ ഇങ്ങനെ അതിലത്തെ കാര്യം നോക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിച്ചിരിക്കുകയായിരുന്നു ഞാനും. ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ സത്യം പറഞ്ഞുള്ള ഉദ്ദേശം. അതിൻ്റെ ഒപ്പം തണ്ണിമത്തങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഈ ചൂട് സമയമൊക്കെ ആയിക്കാനും എനിക്ക് പ്രത്യേകിച്ച് മൊത്തത്തിൽ ഇൻഫെക്ഷൻ വരുന്ന ഒരാളാണ് കേട്ടോ. വിലപ്പാനോട് ചെയ്യുമ്പോൾ ഞാൻ വെള്ളം കുടിക്കില്ല. അപ്പോൾ അത്രയും ടൈം വെള്ളം കുടിക്കണം എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കാരണം വരും. അപ്പോൾ ഞാൻ തണ്ണിമത്തങ്ങ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കഴിക്കട്ടോ, നല്ല മധുരം കഴിക്കട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രശ്നമുള്ള വേനൽക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്താണ്, വേനലല്ല വർഷമായാലും എന്താ വെച്ചാൽ വെള്ളം കൂടി ഓൾറെഡി ഞാൻ കുറവാണ്. അല്ല കേട്ടാ, തീർച്ചയായിട്ടും അയ്യടാ. അപ്പോഴേക്കും ഞങ്ങൾ അടുത്ത പണിയിലേക്ക് പോയി അതിനായിട്ട് ചൂടെടുത്തിട്ട് സിറ്റ് ഔട്ടും മിറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനും ഒരു ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ടിട്ട് ഞാൻ നമ്മുടെ ഈ ചാരിയുടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അന്നന്ന് അടിച്ചുടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികേടില്ലാണ്ട് കിട്ടും. ഞാനും രണ്ടും അടിച്ചുടയ്ക്കുമ്പോൾ അങ്ങനെയാണ്. എല്ലാവരും ഏകദേശം ഞങ്ങളുടെ കൈ എത്തൂട്ടാ. എന്നാലും ഒരു അരമണിക്കൂറുണ്ടെങ്കിൽ ഞാൻ അടിച്ചോടെ കഴിഞ്ഞിട്ട് ചില ദിവസം ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോടിക്കുക, അല്ലെങ്കിൽ ചില ദിവസം അഞ്ഞേട്ടം അടിച്ചേറ്റേരി ഞാൻ തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അതേ അഞ്ഞേട്ടം പറഞ്ഞു ഞാൻ അടിച്ചോടിച്ചോളാം, ഇനി പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട, ഞാൻ അഞ്ഞേട്ടം അടിച്ചിട്ട് ഞാൻ തുടയ്ക്കാം, നമുക്ക് പണി വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞിട്ട് വീഡിയോ ഫുഡൊക്കെ അയച്ചിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ മിറ്റം തുടയ്ക്കണതാണ് കാണുന്നത് കേട്ടോ. അത് നല്ലൊരു പണി കേട്ടോ മിറ്റം തുടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താ വെച്ചാൽ കാറും കാറിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയൊക്കെ കയറി കഴിഞ്ഞാൽ അവരെ കാലിൻ്റെ അടയാളം വെക്കും. പട്ടിയല്ല, സോറി, പൂച്ച. പട്ടി കയറുന്നില്ല. പട്ടി കയറാണ്ടിരിക്കാനാണ് എൻ്റെ ഭർത്താവ് ഇത്ര കഷ്ടപ്പെട്ട്. പട്ടി കയറി ഞാൻ ആരായി ശശി അങ്ങനെ ഇതേ തുടയ്ക്കാനുണ്ട്. സത്യം പറഞ്ഞേട്ടാ, അത് തുടയ്ക്കണത് ഒരു ചെറിയ വീടിന്റെ വലിപ്പുണ്ട്, 800 സ്ക്വയർ ഫീറ്റില്ലേ. അവർ ചെറിയൊരു വീട് തുടയ്ക്കണമെന്നുണ്ട്. അപ്പം എന്നാലും ആ തുടച്ച് കണ്ടപ്പോൾ കാണാൻ എന്തൊരു ഭംഗി വെച്ചിട്ടാ. സത്യം ആ തുടയ്ക്കുന്ന സ്പീഡിലൂടെ എത്തുമ്പോഴേക്കും ഇല്ല കണ്ടൊക്കെ വയ്യാണ്ട് കയ്യൊക്കെ കഴിഞ്ഞ് വേറിട്ടുട്ടാ. പിന്നെ ടൈല് തുടയ്ക്കണതിൻ്റെ അത്ര സുഖമല്ല അത് തുടയ്ക്കാൻ. അതിങ്ങനെ കുഞ്ഞു കട്ടകളായിക്കാനും നല്ല അതിൻ്റെ ഗ്യാപ്പിൽ ചെടി കാരണക്കാനും നല്ല അതിനെ ഒരച്ച് തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ.
എൻ്റെ ഫേസ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് വയ്യാണ്ടായി. പണിയെടുത്ത് പട്ടിയാവാന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. സത്യം ഇങ്ങനെ തന്നെയാണ് അതൊക്കെ ആവുക. അപ്പോഴേക്കും ഇവരുടെ ഭാഗം ഇവരുടെ ഇടയിൽ ഓടി കളിക്കിട്ട് പാവല കുട്ടികൾ കണ്ടു നോക്കി ഞങ്ങളുടെ വയസ്സായ കാലത്തുണ്ടായി ഞങ്ങളുടെ പുണ്യങ്ങളാണ് ഈ ഓടി കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് നമ്മുടെ രാവിലെ തൊട്ടുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ 1 മണി അതിൻ്റെ ഏകദേശം 1 മണി സമയത്തും എല്ലാം പണികളും കഴിഞ്ഞിട്ടോ അടിച്ചോടയിലും ചോറ് വയ്ക്കലും കൂട്ട വയ്ക്കലും എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ എന്നെ ഷെയ്വിന് വേണ്ടിയിട്ട് പറഞ്ഞ കുട്ടികളെ കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നാണ്. കുട്ടികളൊന്ന് ശബ്ദം കുറച്ചടാ, അതിനോട് പുറത്തേക്കൊന്നും ഉണ്ണിയോട് കൊണ്ട് പോകണമെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞമ്മ എന്നിട്ട് ഈ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞ അച്ഛനെ വന്നിട്ട് പറ്റുന്നു. അച്ഛൻ്റെ ഒരു കോരൊക്കെ ഇരുന്ന് പൊങ്കാലെ അമ്മച്ചിയേ. എന്റെ പുറത്ത് കണ്ടു ഇന്നലത്തൊക്കെ ചെയ്തു വരുമ്പോ പ്രാന്താവുക. അച്ഛനെ മുന്നിൽ വെച്ച് പറഞ്ഞു. എങ്ങനെയുണ്ട് ശുഭ? അടിപൊളി അടിപൊളി അടിപൊളി. എൻ്റെ മോൻ്റെ ശുഭ അടിപൊളി. ഏതോ സിനിമയിൽ പറഞ്ഞിട്ട് ദിലീപ് രണ്ടുപേര് വന്നു. നീയാണ് ഭാഗ്യം ചെയ്തിട്ടുള്ളത്. നിങ്ങളില്ല നിന്റെ അമ്മ എനിക്ക് എന്നും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തിന്നാൻ പറ്റുമോ? പക്ഷെ അതിപ്പോ കുറ്റായിട്ടാ വരുന്നത്. നിങ്ങള് കാണാഞ്ഞട്ടാ എന്തേലും കമന്റിൽ നീ ഇവിടെ നിന്ന് പോണില്ല, നീ ഇവിടെ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാൻ കെടുക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കണം. നീ അവിടെ എന്തെങ്കിലും അറിയാം. ഞാൻ ഇവിടെ അരി അടപ്പത്ത് ഇട്ട് എന്തായാലും ചേട്ടൻ നിന്നോട് വിളിച്ചാൽ നീ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കണ്ട, നീ പോലെ കേട്ടോ. അങ്ങനെ നിന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്. അയ്യോ പിന്നെ കൽമ്പ് ഇവിടെ ഞാൻ വെക്കുമ്പോ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ വന്നു കഴിഞ്ഞാൽ വലിച്ചെണ്ണ വെള്ളിയ ശക്തിയില്ല പറയണവര് പറഞ്ഞോട്ടെ. നമുക്ക് ആരും എന്ത് പറഞ്ഞു. ഞാൻ വിഷുവിന് ഇവിടെ വന്നത് നിക്കുന്നത് ഇതൊക്കെ പ്രശ്നക്കാരാ. ചോറ് ഞാനതൊരു ഭാഗ്യായിട്ട് എടുക്കണേ കേട്ടാ. അതേപോലെ അവിടുത്തെ അമ്മച്ചും പറയും അതെന്താ എനിക്കറിയാം. എനിക്ക് നമ്മളെ അമ്മമാരുണ്ട് ഇവിടെ നിന്ന് 20 ദിവസം 10 ദിവസം എന്റെ വീട്ടിൽ ഓടി ആദ്യം എത്താൻ അടുക്കളയിലേക്ക് എന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ. ഇന്ന് എന്റെ ലൈഫിൽ എന്നോട് അമ്മച്ചി ഇന്ന് പറഞ്ഞു നിനക്ക് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യമില്ലാത്തതാരോ നിന്റെ ഭർത്താവും നീ ഇല്ലാതെ പുറത്തു പോണ കാണില്ല നിന്റെ ഭർത്താവല്ലേ. അപ്പൊ നിന്റെ ഭാഗ്യാ. നിനക്ക് നിന്റേതായ ഒരു കാര്യങ്ങളും മിസ് ചെയ്യുന്നില്ല. നിന്റെ വീട്ടിൽ പോവാനാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണത്. എനിക്ക് അമ്മച്ചി പറഞ്ഞോളൂ. അത് വേറെ കുറെ കല്യാണത്തിന്റെ കൂടെ ആയിരിക്കും നിന്നെ കാണുമ്പോ ഒരു തോന്നും. മാറ്റാൻ കുടുംബത്തെ എത്ര കിടന്നാലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ എനിക്കൊരു രൂപ ചിലവ് ഒന്നിനും എടുക്കണ്ട. 10 രൂപ എൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ എടുക്കണ്ട. പക്ഷെ എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ ചിലവിന് ഞങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ. എന്നാലും അവിടേക്ക് ഓടിയെത്തി എൻ്റെ അമ്മയുടെ അടുത്ത് പോയി അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തിന്നുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. നോക്ക് കൈയിട്ട് തിന്നണോ, ഇത് എവിടെ പറ്റിയ നോക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കൈയിട്ട് തിന്നെ. ഇത് എവിടെയാ പറ്റിയ? എവിടെയും പറ്റിയ നമ്മുടെ വീട്ടിൽ മാത്രം പറ്റില്ല. ഇത് വേറെ തന്നെ ഫീലാ. പക്ഷെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ പോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഇത്ര തോന്നിയിട്ടില്ല. ഞാൻ അന്നൊന്നും ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയാൽ എൻ്റെ അടുത്ത് പൂവായിരുന്നു ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് തോന്നിയിട്ടില്ല കല്യാണം കഴിഞ്ഞ് പോയ പോലെ. അത് തോന്നുന്നു എനിക്കൊരു ഭർത്താവിന്റെ ഒരു കുട്ടീനെ ഓക്കെ കല്യാണം കഴിഞ്ഞു. ബാക്കിയൊക്കെ സെറ്റാ. ഇത് ചൂടാക്കണം ഒന്ന്. നല്ല രസമുണ്ട്. കഴിച്ചോ? തണ്ടുവേദനക്ക് ചൂടിനെ വായപ്പോളൂ. തണ്ടുവേദനക്ക് അടിച്ച് നാളേക്ക് ഒന്നുകൂടി വരട്ടി എടുക്കൂട്ടോ. എന്നിട്ട് ഇങ്ങനെ എന്റെ ആരപ്പ വിളിക്കണം ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളും അനിയൻ്റെ ഷേവ് ചെയ്ത് കൊടുത്തു, ഡൈ ചെയ്ത് കൊടുത്തു, കുളിച്ചു, പിള്ളേരെ കുളിപ്പിച്ച് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും പൊന്നും ഷേവിയും കാർത്തും കൂടി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചത്തെ ഫുഡ് കഴിക്കുക കേട്ടോ.
എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. നമുക്ക് സന്തോഷം, നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കളത് ഇഷ്ടത്തിന് കഴിക്കണതാണ്, അപ്പോൾ നമുക്കതൊരു ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.